ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നേന്ത്രപ്പഴം റവയും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഒരുപാട് ഓയിലൊന്നും മുക്കി ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ 4 മണിക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മധുര പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പലഹാരം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം കേട്ടോ, ഒരുപാട് വലുപ്പമൊന്നുമില്ല. നല്ലപോലെ പഴുത്ത നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മധുരം ഉണ്ടാവും. ഇതിനെ ഇനി 4 ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ലപോലെ പഴുത്ത് തൊലിയൊക്കെ കറുത്ത് പോയ നേന്ത്രപ്പഴം ഉണ്ടാവുമല്ലോ, അതാണെങ്കിലും ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇനി വലിയൊരു നേന്ത്രപ്പഴം എടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ പഴം ചേർക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിതവിടെ പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു പഴത്തിനെ നമുക്ക് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ പാന് നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. അപ്പം നല്ലപോലെ പഴുത്ത പഴമായതുകൊണ്ട് തന്നെ 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നല്ലപോലെ ഒന്ന് വാടി കിട്ടും കേട്ടോ. പഴം നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂണോളം പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് പഴം വഴറ്റിയെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ പഴം വഴറ്റുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഇതുപോലെ പഞ്ചസാര ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ. 1-2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇപ്പോൾ അതാ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല പഴുത്ത പഴം എടുക്കുകയാണെങ്കിൽ ഇത് നമ്മൾ ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് കുക്കായി വരുന്ന സമയം കൊണ്ട് തന്നെ ഇത് നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വരും. ഏകദേശം 2-3 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ഈ ഒരു പഴക്കം നല്ല രീതിയിൽ വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ കുക്കായി നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരുപാട് കളർ മാറി കിട്ടരുത്, ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ തന്നെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റണം. അപ്പോൾ ഞാൻ ഇത്രയും കേട്ടോ ആക്കി എടുക്കുന്നത്. ഇനി നമ്മൾ ഒരുപാട് വഴറ്റിയെടുത്തത് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ വഴറ്റിയെടുത്ത പഴക്കെ ഒരു പ്ലേറ്റിലേക്ക് മുഴുവനായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ റവ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1 കപ്പോളം റവയാണ് എടുത്തിട്ടുള്ളത്. റവ എടുക്കുന്നത് വറുത്തതോ വറുക്കാത്തതോ ഏത് റവ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. വറുത്ത റവ ആണെങ്കിൽ ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വറുക്കാത്ത റവയാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. നല്ലപോലെ റവയൊക്കെ വറുത്ത് വരുന്ന ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ചെറിയ രീതിയിലൊന്ന് കളർ മാറിക്കിട്ടും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ പഴം വഴറ്റിയെടുത്ത ആ പാനിൽ തന്നെ റവ വറുത്തെടുക്കുന്ന സമയത്ത് ആ നെയ്യിൻ്റെ ആ ഒരു ഇതും കൂടി ഇതിലുണ്ടാവും കേട്ടോ. അപ്പോൾ വേറെ നെയ്യൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 1 കപ്പ് റവ വെച്ചിട്ടാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അതായത് 1 കപ്പ് റവയും ഒരു മീഡിയം സൈസിലുള്ളൊരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്നാക്ക് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റവയുടെ അളവൊക്കെ കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ അത് റവയൊക്കെ നല്ല രീതിയിലൊന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഇനി ഇതിലേക്ക് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാ പച്ചവെള്ളം തന്നെയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് വെള്ളം അധികം ഉള്ള പോലെ തോന്നും കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു റവ കുക്കായി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ റവ എടുത്തതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ രീതിയിലൊന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇതുപോലെ തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഈ ഒരു റവ വേവിച്ചെടുക്കണം. പകുതിയോളം വെള്ളം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മധുരത്തിന് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1/2 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് പഞ്ചസാരക്ക് പകരം ശർക്കരയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ മധുരത്തിനനുസരിച്ച് ശർക്കര എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്, കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടും ഇതുപോലെ ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കുമ്പോൾ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ റവഴത്തെ വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ആയി കിട്ടണം കേട്ടോ.
അപ്പോൾ ഇതുപോലെ ആയി വന്നാൽ ഇതിലേക്ക് തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 3/4 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതായത് റവ ഒന്ന് കട്ടിയായതാണ്. അപ്പോൾ അതുകൊണ്ട് തേങ്ങ എല്ലാ വശത്തും എത്തുന്ന പോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ തേങ്ങയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പഴം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, പഴം മാത്രമാണ്. അപ്പോൾ വളരെ കുറഞ്ഞ അളവിലാണ് ഇതിൽ പഴം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചധികം തന്നെ പഴം വേണമെന്നുണ്ടെങ്കിൽ വലിയ നേന്ത്രപ്പഴമൊക്കെ എടുക്കാം. ചെറുതാണെങ്കിൽ 2 എണ്ണമൊക്കെ എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കുമ്പോൾ നമ്മൾ പലഹാരം കഴിക്കുന്ന സമയത്ത് ഈ ഒരു പഴത്തിൻ്റെ പീസൊക്കെ ഇടയിൽ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു റവയുടെ കൂട്ടിൽ നമ്മൾ തേങ്ങയും അതുപോലെ തന്നെ നേന്ത്രപ്പഴമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം പാനിൽ നിന്നൊക്കെ നല്ല രീതിയിൽ തന്നെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്ര മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരുപാട് സമയം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒരുപാട് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പലഹാരം സെറ്റ് ചെയ്തെടുക്കുന്നത് കേക്ക് ടിന്നിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ടിന്നില്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രം എടുത്താൽ മതി കേട്ടോ. സ്റ്റീലിൻ്റെ ഏതെങ്കിലും പാത്രം എടുത്താൽ മതി. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കൂട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു കൂട്ട് ഇട്ട് കൊടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ പാത്രത്തിൽ നമുക്ക് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം കേട്ടോ. എന്നാലേ ഇത് പെട്ടെന്ന് വിട്ട് കിട്ടുള്ളൂ. പിന്നെ ചൂടോട് കൂടെ തന്നെ ഇത് ചെയ്തെടുക്കുക കേട്ടോ. തണുത്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ കട്ടിയായിട്ട് വരും. അപ്പോൾ ആ ഒരു ചൂടിൽ തന്നെ ഇത് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ മുഴുവൻ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സ്പാച്ചിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ വശത്തും ഒരേ രീതിയിൽ ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകൾ വശം ഒന്ന് ലെവൽ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതൊരു സ്പാച്ചിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് വെക്കണം കേട്ടോ. 1/2 മണിക്കൂർ നേരം പുറത്തേക്ക് വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും നല്ലപോലെ തണുത്ത് വരും. അപ്പോൾ അത് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് മുട്ടൻ്റെ ഒരു മിക്സ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ പഞ്ചസാര മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി 2 മുട്ട വേണ്ട, 1 മുട്ട മതിയെങ്കിൽ 1 മുട്ടയും അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് പാലും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ 2 മുട്ടയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. മിക്സിയിലൊന്നും ഇട്ട് അടിച്ചെടുക്കരുത്. ഇതുപോലെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അതിൽ നമ്മൾ ചേർത്തിട്ടുള്ള ഒരു പഞ്ചസാര ഉണ്ടല്ലോ, അത് നല്ലപോലെ അലിയുന്ന വരെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോഴേക്കും ഇത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഒരു മുട്ടയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഒരു 30 മിനിറ്റ് നേരം ഞാനിവിടെ തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ തണുത്ത് വന്നാൽ ഇതിൻ്റെ ആ ഒരു സൈഡ് വശമൊക്കെ വിട്ട് വന്നിട്ടുണ്ടാകും കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കമഴ്ത്തി കൊടുത്താൽ മതി. അപ്പോഴേക്കും ഇത് വിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ നല്ലപോലെ ഫിനിഷായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല തണുത്തതിൻ്റെ ശേഷം മാത്രം ആ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് അപ്പോഴേ കിട്ടുള്ളൂ ഇതുപോലെ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. അപ്പോൾ ഇത് നമുക്കിനി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഏത് ഷേപ്പിൽ വേണിച്ചെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത്. കട്ട് ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ. അതായത് നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ട് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ വേണമെങ്കിലും കഴിക്കാം, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ അതുപോലെ ഒരു കോട്ടിങ്ങും കൂടി കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മുട്ടയുടെ മിക്സിലേക്ക് ഒരു പീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ ഇതുപോലത്തെ പാനാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഓയിൽ ചേർത്തിട്ട് മുക്കി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പാന് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം ഇതിട്ട് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് തിരിച്ച് മറിച്ചിട്ടിട്ട് എല്ലാ വശം ഒരേ രീതിയിലൊന്ന് ആക്കിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡും നമുക്ക് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇതൊരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം കേട്ടോ. ഒരുപാട് സമയം വെച്ച് കൊടുക്കരുത്, മുട്ട ആയതുകൊണ്ട് തന്നെ കരിഞ്ഞു പോകും. പെട്ടെന്ന് വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ റവയും നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള പലഹാരങ്ങൾ ഒരുപാട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ ഇത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടും കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പാന് നല്ല ചൂടാണെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഇത് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഫ്ലെയിം ഓണാക്കി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുഴുവൻ പീസ് നമ്മൾ മുട്ടയുടെ ആ ഒരു മിക്സിയിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ തീർച്ചയായും ഒരു തവണയെങ്കിലും നിങ്ങൾ തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.